എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളിൽ 30 വയസ്സ് കഴിഞ്ഞാൽ ഗർഭധാരണം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഒവേറിയൻ റിസർവ് 35 വയസ്സ് കഴിഞ്ഞാലും ഒരേപോലെ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. പ്രായത്തെ നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഒരു ആഹാരശീലമാക്കുക എന്നുള്ളതാണ്. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയതും പ്രോട്ടീൻ റിച്ച് ആയതും ഹെൽത്തി ഫാറ്റുകൾ അടങ്ങിയതും വൈറ്റമിൻ ഡി റിച്ച് ആയതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് സ്ത്രീകൾ അവരുടെ അണ്ടങ്ങളുടെ റിസർവ് നിലനിർത്താൻ പ്രത്യേകം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമം ഉണ്ടായിരിക്കുക എന്നുള്ളത്. മിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യായാമം ചെയ്താലേ ഈ അണ്ടത്തിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹെവി എക്സസൈസ് നിങ്ങൾ ഒരിക്കലും ശീലമാക്കരുത്. ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആൻഡ്രോജൻ ലെവൽ കൂടുകയും അത് നിങ്ങളുടെ ഈസ്ട്രോജന്റെ ഉൽപ്പാദനത്തിന് ബാധിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്ട്രെസ് കുറയ്ക്കുക, ഉറക്കം കൂട്ടുക. നിങ്ങളുടെ സ്ട്രെസ് എത്രത്തോളം മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് 7 മുതൽ 8 മണിക്കൂർ വരെ രാത്രി തന്നെ ഉറങ്ങാൻ ശ്രമിക്കുന്നതോടുകൂടി മെലാറ്റോണിന്റെ ഉൽപ്പാദനം കൂടുകയും അത് നിങ്ങളുടെ ഹോർമോണൽ ബാലൻസിന് വളരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ട്രാൻസ് ഫാറ്റ് അടങ്ങിയതും ആഡഡ് ഷുഗർ അടങ്ങിയതും പ്രോസസ്ഡ് ആയതുമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിസം ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇടവേളകളിൽ ഗൈനക്കോളജിക്കൽ ചെക്കപ്പ് നിങ്ങൾ ശീലമാക്കുക. ഇതിൽ നിങ്ങൾ ഹോർമോണൽ പ്രൊഫൈൽ നോക്കുക, നിങ്ങളുടെ ആർത്തവം കൃത്യമായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓവർ വെയിറ്റിലേക്കൊന്നും പോകുന്നില്ല എന്നും കൃത്യമായിട്ട് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അണ്ടങ്ങൾ ക്രയോ ഫ്രീസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പ്രിസർവ് ചെയ്യുകയും 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഗർഭധാരണം സാധ്യമാവുകയും ചെയ്യും.